ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് വന്ന് നേരെ അടുക്കളയിൽ കയറി ജനൽ വാതിലൊക്കെ തുറന്നിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പച്ചക്കറിയൊക്കെ ഇട്ടിട്ടൊരു ഉപ്പുമാവ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ റവ എടുത്തിട്ടൊന്ന് വറുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ആ വറുത്ത ചട്ടിയിൽ തന്നെയാണ് കേട്ടോ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ക്യാരറ്റൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അതാകുമ്പോൾ വേറെ കറികളൊന്നും വേണ്ടല്ലോ. അപ്പോൾ എണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ടു. ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, ക്യാരറ്റൊക്കെ ഞാൻ നേരത്തെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് ഇട്ടിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കിച്ചുക്കുട്ടൻ വന്നു കേട്ടോ. ആനവിളമ്പു ഞാൻ എന്തെങ്കിലും പണി ചെയ്യുകയാണെങ്കിൽ അപ്പം എൻ്റെ കൂടെ ഇച്ചുക്കുട്ടനും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് അടുക്കളയിൽ വന്നിട്ട് നല്ല പാട്ടാണ്. എൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മമ്മ പാട്ട് പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് വന്ന് പാടുകയാണ് കേട്ടോ. അപ്പോൾ അവൻ എത്ര തിരക്കാണെങ്കിലും അവൻ എന്ത് പാടിത്തരികയാണെങ്കിലും പറഞ്ഞു തരികയാണെങ്കിലും ഞാനത് കേൾക്കാൻ വേണ്ടിയിട്ട് സമയം മാറ്റി വയ്ക്കും കേട്ടോ. അവൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് തന്നെ ഉള്ളൂ വേറെ എന്ത് കാര്യങ്ങളും. അങ്ങനെ പാട്ടൊക്കെ കേട്ട് തന്നു. എന്നിട്ട് ഞാൻ ഉപ്പുമാവിലേക്കുള്ള ഉപ്പൊക്കെ ഇട്ടു കേട്ടോ. അങ്ങനെ ഇതാ ഉപ്പുമാവിനുള്ള വെള്ളം തിളച്ചപ്പോൾ കുറച്ച് പൊടികളായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ആദ്യം കരുതി വെള്ളം നന്നായി കൂടിയിട്ടുണ്ടെന്ന് കരുതിട്ടോ. പക്ഷേ വെള്ളം കൂടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, കറക്റ്റായിരുന്നു കേട്ടോ. എനിക്ക് ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വരുന്ന പ്രശ്നമാണ്, ഒന്നില്ലെങ്കിൽ വെള്ളം കൂടിപ്പോവും, ഇല്ലാന്നുണ്ടെങ്കിൽ കുറഞ്ഞു പോകും കേട്ടോ. ഇത് കറക്റ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തോനെ ക്യാരറ്റൊക്കെ ഇട്ട് ഉണ്ടാക്കിക്കൊണ്ട് അധികം കറിയുടെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ആർക്കും നിർബന്ധമൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ പഴം, പപ്പടം അങ്ങനെയൊക്കെ കൂട്ടി കഴിക്കും. ചെറുപഴം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെറുപഴം കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. കൂടെ തന്നെ നല്ലൊരു കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലത്തെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഉച്ചത്തെ ഫുഡാണ്, അത് ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് മെല്ലെ ഉണ്ടാക്കും കേട്ടോ. അങ്ങനെ ഇതാ ഉപ്പുമാവൊക്കെ കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഇച്ചുകൂട്ടന് ആദ്യം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അവന് ഉപ്പുമാവ് കഴിച്ചില്ല കേട്ടോ. പഴം മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവന് ഞാൻ കഞ്ഞി ഉണ്ടാക്കിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഉച്ചത്തേക്കുള്ള പരിപാടിയൊക്കെ കടന്നു കേട്ടോ. ഞാൻ രാവിലെ തന്നെ ഉച്ചത്തേക്കുള്ളത് ഉണ്ടാക്കി വെക്കാറാണ് ചെയ്യാറ് കേട്ടോ. അങ്ങനെ അതാ അയില കിട്ടിയിട്ടുണ്ടായിരുന്നു, കുറച്ച് മത്തിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അയില കറി വെക്കാമെന്ന് വിചാരിച്ചു. മത്തി വറക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് അയില എടുത്തിട്ട് കറിക്ക് കൊടുത്തു. മത്തി എടുത്തിട്ട് വറക്കാനും വെച്ചു കേട്ടോ. ഒരു 2-3 കഷ്ണം അയിലയും കൂടി ഞാൻ വറക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മത്തി വറുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ മാറ്റി വെച്ച അയില എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇച്ചുക്കുട്ടന് നല്ല ഇഷ്ടമാണ് കേട്ടോ വറുത്ത മീൻ. അവൻ കറിയിലെ മീനൊന്നും കഴിക്കില്ല, എരിവൊന്നും അധികം കൂട്ടില്ല കേട്ടോ. അങ്ങനെ ഞാനിതാ അവനുള്ള അയിലയും കൂടി വറുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ തേങ്ങയും കൂടി അരച്ചു കൊടുത്തു. അപ്പോഴേക്കും ഇവിടെ അയിലയും സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി കറി ആയപ്പോൾ ഞാൻ അതിൽ വറവിടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വേറൊരു സ്റ്റൈലിൽ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന രീതിയിലാണ് കേട്ടോ അയിലക്കറി വെച്ചിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഞാൻ വെക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ അമ്മയുടെ സ്പെഷ്യൽ അയിലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൽ വറവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉച്ചത്തെ കറികളും ആയി. പിന്നെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഇത് അയിലക്കറി, മീൻ വറുത്തത്, അച്ചാറുകളൊക്കെ കൂട്ടിയിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്. വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ.